ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ LDCയുടെ ഫൈനൽ ആൻസർ കീ വന്നവരെല്ലാവരും അറിഞ്ഞാണല്ലോ. 5 ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് ഡിലീഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോഡ് A പ്രകാരമാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഇത് ഡിലീഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 48ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? സാഞ്ചി എന്നുള്ളൊരു ഉത്തരമൊക്കെ പലരും എഴുതിയിട്ടുണ്ടാവും നമ്മളിൽ. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഒത്തിരി കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ട് ഇത് ഡിലീഷൻ പോയിട്ടുണ്ട്. പിന്നെ 61ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം C ആണെന്ന് എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി. ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ 69ാമത്തെ ക്വസ്റ്റ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ഈ ഒരു ക്വസ്റ്റ്യനും എല്ലാവരും എഴുതി കാണും. എക്സാം എഴുതിയ മിക്കവാറും പേരും എഴുതിയ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതും ക്യാൻസലായിപ്പോയി. മറ്റൊരു ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യനാണ്. മാത്സ് മൊത്തത്തിൽ ഈസി ആയിരുന്നു. അതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും ഒരുപാട് പേർക്ക് മാർക്ക് നഷ്ടമായിട്ടുണ്ടാവും. 2-3 മാർക്കോ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഡിലീഷൻ പോയതെല്ലാം ഒത്തിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഓപ്ഷൻ C ആണ് കേട്ടോ ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ എന്നുള്ളതാണ് PSCയുടെ ഫൈനൽ ആൻസർ കീ. C ആണ് ഉത്തരം. ഇപ്പം നമ്മളെല്ലാവരും D കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു നെഗറ്റീവ് വരാനും സാധ്യതയുണ്ട്. ഇത് ഒത്തിരി വിഷമമുള്ളൊരു കാര്യം തന്നെയാണല്ലേ. നമ്മൾ ഒത്തിരി ഏറ്റവും മിനിമം ഒരു 6 മാസമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ എക്സാമിനെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് പിള്ളേർക്ക് ഒരുപാട് വിഷമാവും. കാരണം മാർക്ക് ഒരുപാട് കുറയുകയും ചെയ്യും. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഞാനും തിരുവനന്തപുരം തന്നെയാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിതുപോലെ മാർക്ക് 3-4 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്.